നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഒരാളെ എങ്ങനെ പറ്റിക്കണമെന്ന് നിന്നെ കണ്ടു വേണം പഠിക്കാൻ. ആ മുകുന്ദന് നീ അമ്മാതിരി പണിയല്ലേടാ കൊടുക്കുന്നത്. നീ പ്ലാൻ ചെയ്തതുപോലെ അയാള് മഹിമയുടെ അടുത്ത് ജാട കാണിച്ച് ഉള്ളിലുള്ളത് പറയാതെ തള്ളി നീക്കും. മഹിമ ഒരു പെണ്ണല്ലേ, കുറെ കഴിയുമ്പോ അവളും ക്ഷമ നശിച്ച് മറ്റൊരാളെ തെരഞ്ഞെടുക്കാൻ തയ്യാറാവും. അപ്പോ നീ ഇവിടെ അവക്കൊരു താങ്ങും തണലുമായിട്ട് കൃത്യമായിട്ട് കാത്തിരിക്കുന്നുണ്ടാവും അല്ലേ? എന്നാലും ഒരു പെണ്ണിനെ വളയ്ക്കാൻ ഇത്ര കൃത്യമായി പ്ലാൻ ചെയ്ത് നിന്നെ സമ്മതിക്കണം മോനെ. എന്റെ പ്ലാൻ വർക്കൗട്ട് ആയതിന്റെ മുഴുവൻ ക്രെഡിറ്റും എനിക്കെടുക്കാൻ പറ്റില്ല. കുറച്ചെങ്കിലും ബുദ്ധിയുള്ള ഒരുത്തനാണെങ്കിൽ ഞാൻ പറയുന്നതെല്ലാം നുണയാണെന്ന് മനസ്സിലായേനെ. മുകുന്ദൻ ഇത്രയും വലിയൊരു മണ്ടനായതുകൊണ്ട് മാത്രമാണ് കാര്യങ്ങൾ ഇത്ര എളുപ്പത്തിൽ നടന്നത്. അയാൾ ഈ ബുദ്ധിയും വെച്ചുകൊണ്ട് എങ്ങനെയാ പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അയാളുടെ ക്ലയൻസിന്റെ കഷ്ടകാലം. എന്തായാലും ആ മണ്ടനേക്കാൾ മഹിമയ്ക്ക് ചേർച്ച ഞാൻ തന്നെയാണ്. ഇത്രയും നല്ലൊരു പെണ്ണിന് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുന്നതിൽ വല്ല തെറ്റുണ്ടോ? അല്ലടാ. മഹിമേ, ഞങ്ങൾ വെറുതെ ഓരോ തമാശ പറഞ്ഞ് നിൽക്കുമായിരുന്നു. എന്താടാ വെറുതെ ഇതിനിടയിൽ വന്നാ ഇവന് കിട്ടിയതിന്റെ ബാക്കി നിനക്കും കിട്ടും. വേണ്ട വേണ്ട. നീ ഭയങ്കര തമാശക്കാരനല്ലേ? വക്കീലിനെ പറ്റിച്ചതിനെ പറ്റി പറഞ്ഞ് നീ ഇവരെ കുറെ ചിരിപ്പിക്കുന്നുണ്ടായിരുന്നല്ലോ. ഇപ്പൊ നീ ഒരു തമാശ പറ, കേക്കട്ടെ. ഇങ്ങോട്ടെന്തിനാടാ നോക്കുന്നെ? തമാശ പറ. മഹിമേ, ഞാൻ മിണ്ടരുത്. എനിക്കിപ്പോ ഏറ്റവും കൂടുതൽ ദേഷ്യം എന്നോട് തന്നെയാ. നിന്നെയൊക്കെ എന്ത് കണ്ടിട്ടാ ഞാൻ വിശ്വസിച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നീ എന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം വക്കീൽ നിന്നെ വിശ്വസിച്ചത്. അതുകൊണ്ട് ആ പാവത്തെ നീ പറ്റിച്ചു. എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ എല്ലാവരോടും പറഞ്ഞ് ചിരിക്കുന്നു അല്ലേ? എടാ, ഒരു പെണ്ണ് നിന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ അത് മനസ്സിലാക്കാനുള്ള മിനിമം ബുദ്ധിയെങ്കിലും വേണം. അത് മനസ്സിലാകാതെ നാണം കെട്ട് അവളുടെ പുറകെ നടക്കുന്ന നിന്നെയൊക്കെ ഞാൻ എന്താ വിളിക്കേണ്ടത്? നീ കളിച്ച നാടകം കാരണം എനിക്ക് വക്കീലിനോടുള്ള ഇഷ്ടം ഇല്ലാതാവുന്നാണോ നീ കരുതിയത്? എന്നാ നിനക്ക് തെറ്റി. വക്കീലിന് വേണ്ടി ഞാൻ എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കും. അതാണ് യഥാർത്ഥ സ്നേഹം. അത് നിന്നെപ്പോലുള്ള വൃത്തികെട്ടവന്മാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ ചെയ്തത് ഞാൻ ഗിരിയേട്ടനോട് പറഞ്ഞാലേ നിന്റെ അവസ്ഥ എന്താവും നിനക്ക് അറിയാമോ? ഇവിടെ നിന്നും തിരിച്ച് കാനഡയിലേക്ക് നീ പെട്ടിയിലായിരിക്കും പോവുക. അയ്യോ മഹിമേ, ചതിക്കരുത്. ഓടാ. തൽക്കാലം ഞാനത് ചെയ്യുന്നില്ല. പക്ഷേ ഇനി കോളേജ് തീരുന്നത് വരെ നിങ്ങൾ ആരെങ്കിലും എന്റെ വഴിക്ക് വന്നാ പിന്നെ നിങ്ങളോട് സംസാരിക്കുന്നത് ഗിരിയേട്ടനായിരിക്കും. നമുക്ക് വീടിന്റെ മുന്നിലെ ഒരു പുൽക്കൂടും കൂടെ വെക്കായിരുന്നല്ലേ? അടിപൊളി. അതെ, ഈ സ്റ്റാറിന്റെയും ലൈറ്റിന്റെയും കാശും ഞാൻ എങ്ങനെ ഒപ്പിച്ചെന്ന് എനിക്കേ അറിയൂ. അപ്പോഴൊരു പുൽക്കൂട്. ഓ, ഇങ്ങനെ ഒരു പിശുക്കാൻ.
എടാ കാശ് വേണമെങ്കിൽ എന്നോട് ചോദിച്ചാ പോരായിരുന്നോ? ചെലവാക്കുന്നതേ ആരുടെ കാശാണെങ്കിലും പോകുന്നത് നമുക്കല്ലേ. ഓ, നിന്നോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ രണ്ടുപേരും തമ്മിൽ ഒരു വഴക്ക്? ഒന്നുമില്ല എന്റെ മോളെ, ഇവന്റെ പിശുക്കിന്റെ കാര്യം പറയായിരുന്നു. അല്ല, അവിടെ ക്രിസ്മസ് ആയിട്ട് എന്തൊക്കെയാ പരിപാടി? അങ്ങനെ കാര്യമായ പരിപാടികളൊന്നുമില്ല. ആ. കേക്ക് മുറിക്കും, പിന്നെ വൈകിട്ട് കരോള് കാണാൻ പോകും, അത്രേ ഉള്ളൂ. ആ, അത് പറഞ്ഞപ്പോഴാ ഞാൻ ഓർത്തെ. ഡാ, പ്ലം കേക്ക് വാങ്ങിച്ചായിരുന്നോ? അതൊക്കെ വേണോമേ. പ്ലം കേക്ക് ഇല്ലാതെ എന്ത് ക്രിസ്മസ് ആഘോഷമാടാ? ഇങ്ങോട്ട് ഇറങ്ങി വന്നേ, കാശ് ഞാൻ എടുത്തോണ്ട് വരാം. എന്നിട്ട് ഞാൻ തരുന്ന ലിസ്റ്റിലെ എല്ലാ സാധനങ്ങളും വാങ്ങിക്കൊണ്ട് വരണം. ഇറങ്ങി വാ. ഓ, വക്കീലേ, ഓ, അപ്പൊ എന്നോട് മിണ്ടാൻ തീരുമാനിച്ചല്ലേ? വലിയ ഉപകാരം. അല്ല, എന്തിനായിരുന്നു കുറച്ചു ദിവസം മുഖം വീർപ്പിച്ച് നടന്നിരുന്നത്? എനിക്ക് ചില തെറ്റിദ്ധാരണകളൊക്കെ സംഭവിച്ചു. വക്കീല് ഞാൻ പറയുന്നതൊന്നും ഗൗരവത്തിൽ എടുക്കുന്നില്ല എന്ന് എനിക്ക് തോന്നി. വക്കീൽ എന്നെ കാണുന്നത് ഒരു കുട്ടിയായിട്ടാണോ എന്ന് ഞാൻ സംശയിച്ചു. ഒരാളുടെ പക്ക തുളക്കുന്നതേ പ്രായം കൊണ്ടല്ല എന്ന് എനിക്ക് തെളിയിച്ചു തന്ന ആളാ താൻ. അമ്മ എപ്പോഴും പറയും എനിക്ക് ഈ പ്രായത്തില്ലാത്ത പക്വത തനിക്കുണ്ടെന്ന്. അല്ല, ഞാൻ എപ്പോഴാ താൻ പറഞ്ഞത് ഗൗരവത്തിൽ കാണാതിരുന്നിട്ടുള്ളത്? നമ്മൾ പരസ്പരം എങ്ങനെയാ കാണുന്നതെന്ന് നമ്മൾ ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ച് നമുക്ക് തന്നെ ഒരു ധാരണയില്ലാത്തതുകൊണ്ട് കണ്ടവർ പറയുന്നത് നമ്മളെ വിശ്വസിച്ചു. അതാ നമുക്ക് രണ്ടുപേർക്കും പറ്റിയ അബദ്ധം. മനസ്സിലായില്ല. വക്കീലിനോട് അഭി എന്നെക്കുറിച്ച് കുറെ കാര്യങ്ങൾ പറഞ്ഞില്ലേ? ആ, പറഞ്ഞു. അതെല്ലാം പച്ചക്കള്ളവാ. ഇതുപോലെ തന്നെ വക്കീല് പറഞ്ഞതാണെന്നും പറഞ്ഞ് എന്റെ മുമ്പിൽ കുറെ നുണകൾ വിളമ്പി. നമ്മൾ രണ്ടുപേർക്കും ഇടയില് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുമായിരുന്നു അവന്റെ ലക്ഷ്യം. അമ്മ അപ്പോഴേ പറഞ്ഞതാ ആ ചക്കനെ വിശ്വസിക്കരുതെന്ന്. അവൻ എന്റെ കൈ കിട്ടിയാണല്ലോ. അവന് കൊടുക്കാനുള്ളതെല്ലാം ഞാൻ കൊടുത്തു കഴിഞ്ഞു. അവനെ കൊണ്ട് ഇനി നമുക്ക് ആർക്കും ഒരു ശല്യം ഉണ്ടാവില്ല. വക്കീലിന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് എന്നോട് തുറന്നു പറയാൻ എന്തിനാ മടിക്കുന്നേ? നമ്മൾ പരസ്പരം തുറന്ന് സംസാരിക്കാതിരിക്കുമ്പോഴും അഭിയെ പോലുള്ളവര് അത് മുതലെടുക്കുന്നത്. ഇനിയും അതിനവസരം കൊടുക്കണോ? അത് പിന്നെ അത് പൂന്താ, ദാ, വാങ്ങിയിട്ട് വാ. ഓ, മോളെ, നിങ്ങൾ തമ്മിൽ എന്തിനാ പിണങ്ങിയിരിക്കുന്നത്? അമ്മയോട് പറ. അവന്റെ ചെവി പിടിച്ച് തിരിച്ച് ഞാൻ മാപ്പ് പറയിക്കാം.